ഇപ്പോൾ ശ്രീ ലിബർട്ടി ബഷീർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, കാന്താര 2 അല്ലെങ്കിൽ കാന്താര പോലെയൊക്കെയുള്ള സിനിമകൾ വല്ലപ്പോഴുമൊക്കെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുകയും വേണം. ഇപ്പോൾ ഇങ്ങനെ 55% തിയേറ്റർ വിഹിതം എന്നൊരു വാദത്തിൽ അവർ വിതരണക്കാർ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ നിലപാട് എന്താണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കാന്താര ഫസ്റ്റ് നമ്മൾ കളിച്ചത് ഈ 55 ടേംസിൽ നിന്ന് ആ പടം കളിച്ചത് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും. ഇപ്പം ഈ ഫിയോക്ക് പടം കളിക്കില്ല എന്ന് പറഞ്ഞാല് കേരളത്തിലെ 300-ലധികം തിയേറ്ററിൽ ആ പടം കളിച്ചിരിക്കും. കേരള ഫിലിം എക്സിറ്റേഴ്സ് ഫെഡറേഷന്റെ നമ്മുടെ സംഘടനയിൽ 150 ഉണ്ട്. കാന്താര 1 55% എന്ന തിയേറ്റർ വിഹിതത്തിലാണ് കളിച്ചിരുന്നത്. എങ്ങനെ? കാന്താര 1 കളിച്ചത് 55% വിഹിതത്തിലായിരുന്നു. അതെ 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 അതെ. ഓക്കെ. ഈ 2 ആഴ്ച എന്നുള്ള സമയമോ? സാധാരണഗതിയിൽ ഒരാഴ്ചയൊക്കെ ആണല്ലോ അങ്ങനെ കൊടുക്കാറുള്ളത്. ഇല്ല, ഇപ്പോഴത്തെ വലിയ വലിയ പടങ്ങളൊക്കെ അതിന് കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള പടമാണ്. ആ ബോധം തിയേറ്ററുകാർക്ക് വേണ്ടതാണ്. കാരണം ഇപ്പം സ്വതവേ തന്നെ തിയേറ്ററിൽ പടം കുറഞ്ഞ സമയമാണ്. വല്ലപ്പോഴാണ് ഇറ്റ് പടങ്ങൾ കിട്ടുന്നത്. ഈ തുടരിന് ശേഷം ഇപ്പൊ ഓണത്തിന് ഓടിയ 2 പടമാണ് മോഹൻലാൽ പടവും ലോകാന പടവും. അപ്പം ഈ വല്ലപ്പോഴും കിട്ടുന്ന പടത്തിൽ ഇങ്ങനെ ഈ തടസ്സം ഉണ്ടാക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളും തിയേറ്റർ ഓണർ തന്നെയാണ്, ഫെഡറേഷൻ പ്രസിഡന്റാണ്. നമ്മള് ഈ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ തന്നെ 50 സ്ക്രീൻ ഈ മാജിക് ലാബിന് മോഹൻലാലിന് 35 തിയേറ്റർ ഉണ്ട്. മാക്സ് ലാബിന് ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ മാജിക് ഫ്രെയിമാണ്. അവർക്ക് 50 സ്ക്രീൻ സ്വന്തമായിട്ടുണ്ട്. പിന്നെ ഈ 100 മാളുകളുണ്ട്. അങ്ങനെ 300 തിയേറ്ററിൽ ആ പടം കളിച്ചിരിക്കും. ഒരു സംശയിക്കും വേണ്ട, ആ പടത്തിന് റിലീസിന്റെ ഡേറ്റ് എപ്പോഴുണ്ടോ ആ ഡേറ്റിൽ കേരളത്തിലെ 300-ലധികം തിയേറ്റർ പടം കളിച്ചിരിക്കും. അതായത് ഫിയോക്കിന്റെ ഭീഷണി വില പോയില്ല, അങ്ങനെ ഒരിക്കലും വില പോയില്ല. സംശയം വേണ്ട, എഴുതി വെച്ചവിടെ ആ പടം 300-ലധികം തിയേറ്ററിൽ കളിച്ചിരിക്കുന്നത് ലിബർട്ടി ബഷീർ എന്ന് പറയുന്നത് ആ പടം കളിച്ചിരിക്കും. ഇതിപ്പോ ഫിയോക്ക് ഇങ്ങനെ ഒരു ആവശ്യവും ഉന്നയിച്ച് രംഗത്ത് വരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു വരാനുള്ള ഒരു കാരണം എന്താണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? കാരണം വ്യത്യസ്തമായിട്ടുള്ള ഫിയോക്കിന്റെ പ്രസിഡന്റ് ഓപ്പോസിഷൻ തിയേറ്റർ ഈ ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞ ഓണം മുതൽ അത് ലീസിന് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യമാണ് ഈ പടത്തിലൂടെ തീർക്കാൻ നോക്കുന്നത്. അതായത് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഇപ്പോ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കാന്താരയൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. അതിൽ നിന്ന് സിനിമയുടെ എല്ലാ മേഖലയിലുള്ളവർക്കും ഗുണം ലഭിക്കുകയാണ് വേണ്ടത്. കാരണം നമുക്ക് എത്ര സിനിമകൾ വരുന്നു, അതിൽ എത്ര സിനിമ തിയേറ്ററിൽ ഓടുന്നു എന്ന് നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ആ സമയത്ത് ഈ വിലക്ക്, നിരോധനം അല്ലെങ്കിൽ പ്രതിഷേധം എന്നൊക്കെ പറയുന്നത് സിനിമയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്? ഒരു കാര്യം മാഡം, മെഞ്ഞാന്ന് നടന്ന ചേംബറിന്റെ ഓണാഘോഷ പരിപാടിയിൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരും, അതിന്റെ ചെയർമാൻ അടക്കം, ഈ ഫിയോക്കിന്റെ ചെയർമാൻ ദിലീപ് അടക്കം പറഞ്ഞത് ഒരു തർക്കത്തിനും ഇനിയുള്ള കാലം ഒരു തർക്കത്തിനും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ച് തീർക്കണം എന്ന് പറഞ്ഞാൽ അതേ വ്യക്തിന്റെ സംഘടനയാണ് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല അതിലും വേണ്ട ഒരു പടം ബ്ലോക്ക് ചെയ്യുന്നത്. അത് എന്ത് ന്യായത്തിലാണെന്ന് ദിലീപിനെ വിളിച്ച് ചോദിക്കണത്. ഇതിന് പിന്നിൽ ദിലീപാണ് എന്നാണോ അങ്ങ് സംശയിക്കുന്നത്? അല്ലല്ല, ഒരിക്കലും ദിലീപല്ല. നിൽക്കില്ല, അതിന്റെ പ്രസിഡന്റ്. ഓക്കെ. വിജയകുമാറിന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം ആ പ്രശ്നം എന്താണെന്ന് അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ? അതായത് വിജയകുമാറിന്റെ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ട് 5 വിജയകുമാറിന്റെ തിയേറ്റർ ഓപ്പോസിറ്റില് 2 തിയേറ്റർ, അർച്ചന തിയേറ്റർ 2 തിയേറ്റർ, ഈ മാജിക് ലാബിന്റെ ഈ മാജിക് ഫ്രെയിംസിന്റെ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ, കാന്താരന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഓണം മുതൽ ലീസിന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇവർക്കൊരു ഭീഷണിയായിട്ട് മാറും. അതിന്റെ വൈരാഗ്യം തീർക്കാനായിട്ട് വേറൊരു വൈരാഗ്യം ഒന്നും ഇത്ര പെട്ടെന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമുക്കറിയാം ഇപ്പോൾ പൃഥ്വിരാജ് അല്ലെങ്കിൽ ലിസ്റ്റിൻ എന്നൊക്കെ പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലെ വലിയ പേരുകളാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ നമുക്കൊരു ക്ഷീണം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ആളുകളാണ്. അവർ ഒരു സിനിമയും കൊണ്ടുവരുമ്പോൾ ഇത് പുറത്തേക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ കാന്താര തന്നെ കഴിഞ്ഞ വളരെ കോടിക്കണക്കിന് രൂപ കേരളത്തെ തിയേറ്റേഴ്സിന്
ലാഭം ഉണ്ടാക്കിയ പടമാണ്. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗത്തിന് ശരിക്കും ഒരു മലയാള പടത്തിന്റെ ഷെയറിനെ കൊടുക്കേണ്ടതാണ്. പക്ഷെ അന്യഭാഷാ ചിത്രത്തിന്റെ 55% വലിയ പടങ്ങൾക്ക് 55% തീരുമാനം ഇവരുണ്ടാക്കിയ ശേഷം എടുത്താണ്. പിഒക്ക് വന്നതിന് ശേഷം ഉണ്ടായ തീരുമാനം 55 വലിയ പടങ്ങൾക്ക് 55% കൊടുക്കാറുണ്ടത്. ആ തീരുമാനം ഇവരെന്നെ തെറ്റിയിരുന്നു. ഞങ്ങളിപ്പോ ശ്രീ വിജയകുമാറിന്റെ ഒന്ന് പ്രതികരണത്തിനായി. അത് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഈ പിഒക്കിന്റെ മെമ്പറിനെ മലബാറിലെ എല്ലാ തിയേറ്ററിലും 55% എഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ ശ്രീ വിജയകുമാറിന് ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ആശുപത്രിയിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഫിയോക്കിന്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല. എത്രത്തോളം തിയേറ്ററുകളുണ്ട് കേരളത്തിൽ ഫിയോക്കിന് കീഴിൽ? ഫിയോക്കിന്റെ തിയേറ്റേഴ്സിന് കേരളത്തിലെ ഫിയോക്കിന്റെ നല്ല ഭാഗം തിയേറ്റേഴ്സ് ഈ പടത്തിന്റെ എഗ്രിമെന്റ് കൊടുത്ത് എഴുതി മാജിക് ഡ്രൈവിന്. ഓക്കെ, അത് മാറ്റാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണമെങ്കിൽ കോടതി പോകാലോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്ഷൻ എടുക്കുമല്ലോ. എഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് പാലിക്കണ്ടേ? എന്തായാലും ഈ നിരോധനം എന്ന് പറയുന്നത് ഏശാൻ പോകുന്നില്ല എന്നാണ് അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത്. 100%. ശരി, വളരെ നന്ദി ശ്രീ ലിബർട്ടി ബഷീർ പ്രതികരിച്ചതിന്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ലിബർട്ടി ബഷീർ. എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് കീഴിലുള്ള തിയേറ്ററുകളിലും ഒപ്പം അതല്ലാതെ ഈ സിനിമയുടെ വിതരണക്കാരായ ലിസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുമൊക്കെയുള്ള തിയേറ്ററുകൾ കേരളത്തിലുണ്ട്. ഫിയോക്ക് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയാലും കേരളത്തിൽ അത് ഒരു തരത്തിലും കാന്താര 2-നെ ബാധിക്കാൻ പോകുന്നില്ല എന്നതാണ് ലിബർട്ടി ബഷീർ എടുക്കുന്ന നിലപാട്. ഒപ്പം ഇതിൽ വ്യക്തിപരമായ ചില കാരണങ്ങളാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു നിരോധനത്തിലേക്ക് പോകാൻ കാരണമെന്നും